ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഗവൺമെൻറ് പോളിസീസ് ആൻഡ് പ്ലാൻസ് ഫോർ പ്രൊമോഷൻ ഓഫ് ജെൻഡർ ഇക്വാലിറ്റി ഇൻ എഡ്യൂക്കേഷൻ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രോഗ്രാംസും സ്കീംസും ഗവൺമെൻറ് പ്രോഗ്രാംസും സ്കീംസിനെയും കുറിച്ച് നോക്കിക്കഴിഞ്ഞു. ഇന്ന് നമ്മൾ നോക്കുന്ന പോളിസീസും പ്ലാൻസുമാണ് ഗവൺമെൻറ്റിന്. അതിനു മുമ്പ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ലഭിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരു രാജ്യത്തിൻ്റെ സ്വത്ത് എന്ന് പറയുന്നത് പോലും ആ രാജ്യത്തിൻ്റെ സാക്ഷരതാ നിരക്ക് തന്നെയാണ്. ജീവിതത്തെ ശരിയായ രീതിയിൽ കാണാനുള്ള ഒരു കാഴ്ചപ്പാട് വികസിപ്പിക്കാനും അഭിപ്രായങ്ങൾ രൂപപ്പെടുത്താനും സഹായിക്കുന്ന ഒരു ഘടകമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിനി നമ്മുടെ മെയിൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഗവൺമെൻറ് പോളിസീസ് ആൻഡ് പ്ലാൻസ് ഫോർ പ്രൊമോഷൻ ഓഫ് ജെൻഡർ ഇക്വാലിറ്റി ഇൻ എഡ്യൂക്കേഷൻ എന്നാണ് നമ്മുടെ മെയിൻ വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ അതിനു മുമ്പ് ജെൻഡർ എന്താണെന്ന് നമുക്കറിയാം, ജെൻഡർ ഇക്വാലിറ്റി എന്താണെന്ന് നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. എന്നാൽ ജെൻഡറിൽ പെടുന്നത് മെയിനായിട്ട് 3 വിഭാഗക്കാരാണ്: മെയിൽ, ഫീമെയിൽ ആൻഡ് ട്രാൻസ്ജെൻഡർ. ഈ 3 വിഭാഗക്കാരിൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തെ അംഗീകരിച്ചത്, അല്ലെങ്കിൽ അവർക്ക് എല്ലാ ഓരോ സിറ്റിസണിനും ലഭിക്കുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അവർക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ അത് പരിഗണിച്ചത് 2014 ഏപ്രിൽ 15 സുപ്രീം കോടതി ഓർഡർ വഴിയാണ്. ഓക്കെ, അപ്പോൾ അതിന് മുമ്പേ വരെ മെയിൽ, ഫീമെയിൽ എന്ന വിഭാഗത്തിനെയാണ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ മറ്റു ഫീൽഡുകളിൽ പരിഗണിച്ചിരുന്നത്. അങ്ങനെ ഇവിടെ മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ത്രീകളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാലത്ത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ച, അല്ലെങ്കിൽ ഇപ്പോഴും പല സ്ഥലങ്ങളിലും പല ആചാരാനുഷ്ഠാനങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പല സ്ഥലങ്ങളിലും വിദ്യാഭ്യാസം സ്ത്രീകൾക്ക് നിഷേധിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ജെൻഡർ ഇക്വാലിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള പോളിസീസും ഗവൺമെൻറ്റിൻ്റെ പോളിസീസും പ്ലാൻസിനെയും കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യൻ സ്ത്രീകളുടെ വിമോചനത്തിൻ്റെ ആരംഭം അല്ലെങ്കിൽ തുടക്കം എന്ന് പറയുന്നത് 2ാം ലോക മഹായുദ്ധ കാലഘട്ടത്തിലാണ്. പ്രത്യേകിച്ചും നഗരപ്രദേശങ്ങളിലുള്ള സ്ത്രീകളെ വിദ്യാഭ്യാസം നേടാൻ വീടിന് പുറത്തിറങ്ങുന്ന അവസരങ്ങളായിരുന്നു ആ സമയത്ത് ലഭിച്ചിരുന്നത്. സ്വാതന്ത്ര്യ പ്രസ്ഥാനം ഇന്ത്യൻ സ്ത്രീകൾക്ക് പുരുഷന്മാരുമായുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ അവസരം ഒരുക്കുകയും അത് സമൂഹം അംഗീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനു മുമ്പ് സാമ്പത്തിക സാഹചര്യങ്ങളും ചില സ്ഥലങ്ങളിൽ സോഷ്യൽ എക്കണോമിക് സ്റ്റാറ്റസ് ഒക്കെ കുറയുന്ന, അല്ലെങ്കിൽ സാമ്പത്തിക അവസ്ഥ കുറയുന്ന അവസരങ്ങളിലും, അതുപോലെ യുദ്ധകാലത്ത് റേഷനിങ് ഓഫീസുകൾ തുറന്നതും ഇതൊക്കെ നഗരപ്രദേശങ്ങളിലെ സ്ത്രീകളെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനും അവർക്ക് വിദ്യാഭ്യാസം നേടാനും അല്ലെങ്കിൽ തൊഴിലേറ്റെടുക്കാനൊക്കെ ഒരു കാരണമായിട്ട് മാറി. പിന്നീട് ഒരുപാട് സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ ശ്രമങ്ങൾ മൂലം സ്ത്രീ വിദ്യാഭ്യാസത്തിനായുള്ള പ്രസ്ഥാനങ്ങളും ആരംഭിക്കാൻ തുടങ്ങിയിരുന്നു. മെയിനായിട്ട് ജ്യോതിർബ ഫൂലെ, ഗോപാലകൃഷ്ണ ഗോഖലെ, ഗാന്ധിജി ഇവരൊക്കെ സ്ത്രീ വിമോചനത്തിനായി ശക്തമായി വാദിച്ചവരും പ്രവർത്തിച്ചവരും തന്നെയാണ്. പിന്നെ സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ ശ്രമങ്ങളെ ഇന്ത്യൻ അല്ലെങ്കിൽ ഭാരതീയർ മാത്രമല്ല, അല്ലാതെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റും ഒരു പരിധി വരെ അവരും പിന്തുണച്ചിരുന്നു സ്ത്രീ വിദ്യാഭ്യാസത്തിന്. എന്തുകൊണ്ടെന്നാൽ 20ാം നൂറ്റാണ്ടിൽ സ്കൂളുകളും അതുപോലെ മെഡിക്കൽ സൗകര്യങ്ങളിലൊക്കെ ഒരുപാട് വർദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ സ്ത്രീകളെ അധ്യാപകരായും നഴ്സുമാരായും ഒക്കെ പരിശീലിപ്പിക്കേണ്ട ആവശ്യം അവർക്ക് ഉയർന്നു വന്നു. പിന്നീട് 1947 സ്വാതന്ത്ര്യം ലഭിക്കുമ്പോഴും, അതുപോലെ 1949 ഭരണഘടന തയ്യാറാക്കുമ്പോഴൊക്കെ സ്ത്രീ വിദ്യാഭ്യാസത്തിനായിട്ട് വ്യത്യസ്തമായ, അല്ലെങ്കിൽ ഒരു ആശയപരമായൊരു ചട്ടക്കൂട് ഇതിനു വേണ്ടി നിർമ്മിച്ചിരുന്നു. ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ്സിൽ ആദ്യം വരുന്നത് 5 ഇയർ നാഷണൽ പ്ലാൻസ് ആണ്. പഞ്ചവത്സര പദ്ധതികളാണ് ആദ്യം വരുന്നത്. അതിൽ പഞ്ചവത്സര പദ്ധതിയിൽ സ്ത്രീ വിദ്യാഭ്യാസത്തിന് വലിയ ഊന്നൽ തന്നെ നൽകിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ 5 ഇയർ നാഷണൽ പ്ലാനിലേക്ക് കിടക്കാം. ദ ഫസ്റ്റ് 5 ഇയർ നാഷണൽ പ്ലാൻ 1951-56 ആ നാഷണൽ പ്ലാൻ സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നം പരിഹരിക്കുന്നതിന് പ്രത്യേക നടപടികൾ സ്വീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വാദിച്ച ഒരു 5 ഇയർ പ്ലാനാണ് ഫസ്റ്റ് 5 ഇയർ പ്ലാൻ. It held that must have the same opportunities as men for taking all kinds of work, and this presupposes that they get equal facilities so that their entry into the professions and public services is in no way prejudiced. അതിൽ പറയുന്നത് എല്ലാത്തരം ജോലികളും എടുക്കുന്നതിന് പുരുഷന്മാർക്ക് തുല്യമായ അവസരങ്ങൾ സ്ത്രീകൾക്ക് ഉണ്ടായിരിക്കണമെന്നും അതിനവർക്ക് തുല്യമായ സൗകര്യങ്ങൾ ലഭിക്കുമെന്നാണ് ഇത് അനുമാനിക്കുന്നത്. അതിനാൽ അവരുടെ തൊഴിലിലേക്കും പൊതുസ്ഥലങ്ങളിലേക്കും പ്രവേശിക്കുന്നതിന് ഒരു തരത്തിലുള്ള മുൻവിധികളും ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഫസ്റ്റ് 5 ഇയർ നാഷണൽ പ്ലാനിൽ പറയുന്നത്. അതുപോലെ ഇതിൽ സെക്കൻഡറി ലെവലിലും അതുപോലെ യൂണിവേഴ്സിറ്റി ലെവലിലും അടിസ്ഥാനപരമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകണമെന്നും ഫസ്റ്റ് 5 ഇയർ പ്ലാനിൽ പറയുന്നുണ്ട്.
നെക്സ്റ്റ് സെക്കൻഡ് 5 ഇയർ പ്ലാനാണ്. 1956-61 സെക്കൻഡ് 5 ഇയർ പ്ലാൻ വരുന്നത്. അവിടെ പ്രത്യേകിച്ചൊന്നും നടന്നിരുന്നില്ല. മുമ്പേ ഉണ്ടായിരുന്ന എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസിനെ കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്യാനുള്ള ശ്രമങ്ങളും പ്ലാൻസും ആയിരുന്നു ആ സമയത്ത് നടത്തിരുന്നത്. അടുത്തതായി തേർഡ് 5 ഇയർ നാഷണൽ പ്ലാനിൽ 1961-66 ആയിരുന്നു. സ്ത്രീ വിദ്യാഭ്യാസത്തെ ഒരു പ്രധാന ക്ഷേമതന്ത്രമായി ചൂണ്ടിക്കാണിക്കാനുള്ള ശ്രമമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതുപോലെ സ്ത്രീ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ദേശീയ സമിതിയുടെ റിപ്പോർട്ട് ഈ പദ്ധതിയിൽ ശക്തമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. പ്രായപൂർത്തിയായ സ്ത്രീകൾക്കുള്ള കണ്ടൻസ്ഡ് സ്കൂൾ കോഴ്സ് പോലുള്ള പദ്ധതികൾ ആരംഭിച്ചു. അതുപോലെ പെൺകുട്ടികൾക്കായിട്ടുള്ള സ്കോളർഷിപ്സ്, അതുപോലെ ഫ്രീ ആയിട്ട് സൗജന്യ പാഠപുസ്തക വിതരണം, ഇതൊക്കെ ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങളൊക്കെ തുടരുകയും ചെയ്തിരുന്ന സമയമായിരുന്നു അത്. ഫോർത്ത് 5 ഇയർ പ്ലാനിൽ 1969-74 ആയിരുന്നു ഫോർത്ത് 5 ഇയർ പ്ലാനിൽ വരുന്നത്. അപ്പോൾ അതിൽ വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യങ്ങളുണ്ട്, അതായത് എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസിൻ്റെ വലിയ തോതിലുള്ള ഒരു എക്സ്പാൻഷൻ തന്നെ ആ സമയത്ത് ഉണ്ടായിരുന്നു. എന്നാലും ഫോർത്ത് പ്ലാൻ വരെ വിദ്യാഭ്യാസത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ലഭിച്ചിരുന്ന ഫെസിലിറ്റീസിൽ ഒരു വലിയ തോതിൽ തന്നെ ഒരു അസമത്വം നിലനിന്നിരുന്നു ആ സമയത്ത് പോലും. ഫിഫ്ത്ത് 5 ഇയർ പ്ലാനിൽ 1974-78 ആയിരുന്നു. അതിൽ പറയുന്നത് സാമൂഹ്യനീതി ഉറപ്പുവരുത്തുന്നതിനും വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിനുമുള്ള മൊത്തത്തിലുള്ള പദ്ധതിയുടെ ഭാഗമായി അവസരങ്ങളുടെ തുല്യത വാഗ്ദാനം ചെയ്യുക എന്നതാണ്. അതുപോലെ പ്രോത്സാഹനത്തിന് പുറമെ പിന്നോക്ക പ്രദേശങ്ങളിലെ സ്കൂളുകളിലും ജനസംഖ്യയിൽ അഭിവൃദ്ധിയില്ലാത്ത വിഭാഗങ്ങളിലുമുള്ള സ്കൂളുകളിലും പ്രവേശനവും നിലനിർത്തലും പ്രോത്സാഹിപ്പിക്കുക. പിന്നെ വനിതാ അധ്യാപകരുടെ അഭാവവും പെൺകുട്ടികളുടെ പ്രവേശനക്കുറവിന് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനുള്ള തിരക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടി പ്രാദേശിക പെൺകുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസവും പരിശീലനവും ഉറപ്പുവരുത്തുന്നതിന് സ്കോളർഷിപ്സുകൾ നൽകാൻ തുടങ്ങി. അതുപോലെ ലെസ് എഡ്യൂക്കേറ്റഡ് വിമൻസിന് കണ്ടൻസ്ഡ് കോഴ്സുകളും കറസ്പോണ്ടൻസ് കോഴ്സുകളൊക്കെ സംഘടിപ്പിച്ചു. നെക്സ്റ്റ് 5 ഇയർ പ്ലാൻ 1980-85 ഇതിൽ പറഞ്ഞ ഇൻക്ലൂഷൻ ഓഫ് വിമൻസ് എഡ്യൂക്കേഷനാണ്. വികസനത്തിൻ്റെ ഒരു മേജർ പ്ലാനായിട്ടാണ് സ്ത്രീ വിദ്യാഭ്യാസത്തെ ഉൾപ്പെടുത്തിയിരുന്നത്. അതിൻ്റെ ഇന്ത്യയിൽ സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ചുള്ള കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ ഫലമായിട്ടാണ് 6th 5 ഇയർ പ്ലാനിൽ ഈ ഇൻക്ലൂഷൻ ഓഫ് വിമൻസ് എഡ്യൂക്കേഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 7th 5 ഇയർ പ്ലാൻ 85-90 എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് റീസ്ട്രക്ചർ ചെയ്യുക, അതുപോലെ ജെൻഡർ ബയാസ് ലിംഗപക്ഷപാതമില്ലാത്ത ഒരു സ്കൂൾ പാഠ്യപദ്ധതി പരിഷ്കരിക്കുക എന്നതായിരുന്നു 7th 5 ഇയർ പ്ലാനിൻ്റെ ലക്ഷ്യങ്ങളായിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് വരുന്നത് നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷനാണ് 1986. ഇതിൽ പ്രധാനമായും ചർച്ച ചെയ്യപ്പെട്ടത് എംപവർമെൻറ്റ് ഓഫ് വിമൻ, സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചിട്ടായിരുന്നു. കൂടാതെ വിശ്വാസത്തിൻ്റെയും സോഷ്യൽ എൻജിനീയറിങ്ങിൻ്റെ ഒരു പ്രവർത്തനമായിരുന്നു മെയിനായിട്ട് ഇവർ പ്രോമിസ് ചെയ്തിരുന്ന കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ ആസൂത്രകരുടെ ഒരു റിയലൈസേഷൻ എന്ന് പറയുന്നത്, if a nation was to progress in various dimensions, then women should be educated to participate in a much larger variety of walks of life than what are open for them at present. എന്ന് വെച്ചാൽ ഒരു രാഷ്ട്രം വിവിധ തലങ്ങളിൽ മുന്നേറണമെങ്കിൽ അവർക്ക് ഇപ്പോൾ തുറന്നിരിക്കുന്നതിനേക്കാൾ വളരെ വലിയ വൈവിധ്യമാർന്ന ജീവിത മേഖലകളിൽ പങ്കെടുക്കാൻ സ്ത്രീകളെ പഠിപ്പിക്കണം. എല്ലാ മേഖലകളിലും സ്ത്രീകൾക്കും കൂടെ ഒരു മുൻഗണന അല്ലെങ്കിൽ തുല്യമായ ഒരു അവകാശം ഉണ്ടെങ്കിൽ മാത്രമേ ശരിയായ രീതിയിലുള്ള ഒരു വികസനം അല്ലെങ്കിൽ ശരിയായ രീതിയിലുള്ള ഒരു വൈവിധ്യമാർന്ന ഒരു ജീവിത മേഖല നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുകയുള്ളൂ. പിന്നെ പറയുന്നത് ഇറ്റ് ഗീവ്സ് ഓവർ റൈഡിങ് പ്രയോറിറ്റി ടു ദ വിമൻസ് ഇല്ലിറ്ററസി ആൻഡ് ഒബ്സ്റ്റക്കിൾസ് ഇൻക്രീസിങ് ദെയർ ആക്സസ് ടു ആൻഡ് റിട്ടൻഷൻ ഇൻ എലിമെൻ്ററി എഡ്യൂക്കേഷൻ. എന്ന് വെച്ചാൽ ഇത് സ്ത്രീകളുടെ നിരക്ഷരതയ്ക്കും പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ നിലനിർത്തുന്നതിനുള്ള പ്രവേശനം വർദ്ധിപ്പിക്കുന്നതിനുള്ള തടസ്സങ്ങൾക്കും മുൻഗണന നൽകുന്നു. ഇതിൻ്റെ ബേസിക് സ്ട്രാറ്റജി ഓഫ് NBA and POE നോക്കാം. ഇതിൽ പറയുന്നത് ടു എസ്റ്റാബ്ലിഷ് എഫക്റ്റീവ് ലിങ്കേജസ് സോ ദാറ്റ് എഡ്യൂക്കേഷൻ ഓഫ് ഗേൾസ് ആൻഡ് വിമൻ ആർ കണക്റ്റഡ് ടു ബോർഡർ കൺസേൺസ് ഓഫ് നാഷണൽ ഡെവലപ്മെൻറ്റ് ഇൻ ഓർഡർ ടു ഡെവലപ്പ് ഇൻ ദെം എ കൾച്ചർ ഓഫ് സെൽഫ് റിലയൻസ്, പോസിറ്റീവ് സെൽഫ് ഇമേജ് ആൻഡ് ദ കപ്പാസിറ്റി ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ് അറ്റ് ഓൾ ലെവൽസ് ഓൺ ഈക്വൽ ഫൂട്ടിംഗ് വിത്ത് മെൻ. ഓരോ പുരുഷൻ്റെയും തുല്യമായിട്ട് സ്ത്രീകൾക്കും ഒരു അവകാശം അല്ലെങ്കിൽ സ്ത്രീകളെയും മുന്നോട്ട് കൊണ്ടുവരാനുള്ള തീരുമാനങ്ങളായിരുന്നു ആ സ്ട്രാറ്റജീസിൽ വരുന്നത്. മെയിനായിട്ട് അതിൻ്റെ സ്ട്രാറ്റജിക്കൽ ഡിസിഷൻസ് ഉണ്ടായിരുന്നത്, 1. സിംഗിൾ ടീച്ചർ സ്കൂൾ ബി കൺവേർട്ടഡ് ടു ഡബിൾ ടീച്ചർ സ്കൂൾ. 2. അപ്പോയിൻമെൻറ്റ് ഓഫ് മോർ വിമൻ ടീച്ചർ. 3.
special attention to children and girls and weaker sections of society. Fourth, provision of incentives. അതിൽ വരുന്നത് ഫ്രീ സപ്ലൈ ഓഫ് ബുക്സ്, സ്റ്റേഷനറി, യൂണിഫോം, മിഡ് ഡേ മീൽസ്, സ്കോളർഷിപ്സ് ഫോർ റെഗുലർ അറ്റൻഡൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഇൻസെൻറ്റീവ്സിൽ വന്നിരുന്നത്. നെക്സ്റ്റ് വരുന്നത് നാഷണൽ പോളിസി ഫോർ വിമൻ എംപവർമെൻ്റ് ആണ്, 1991. ഇതിൽ ഈക്വൽ ആക്സസ് ടു എഡ്യൂക്കേഷൻ ഫോർ വിമൻ ആൻഡ് ഗേൾസ് എൻഷുർഡ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും തുല്യമായ വിദ്യാഭ്യാസം എൻഷുർ ചെയ്യുന്നതായിരുന്നു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. മറ്റ് ലക്ഷ്യങ്ങൾ സ്പെഷ്യൽ മെഷേഴ്സ് വിൽ ബി ടേക്കൻ ടു എലിമിനേറ്റ് ഡിസ്ക്രിമിനേഷൻ, യൂണിവേഴ്സലൈസ് എഡ്യൂക്കേഷൻ, ക്രിയേറ്റ് എ ജെൻഡർ സെൻസിറ്റീവ് എഡ്യൂക്കേഷൻ സിസ്റ്റം, ഇറാഡിക്കേറ്റ് ഇല്ലിറ്ററസി എക്സെട്ര. വിവേചനം ഇല്ലാതാക്കാൻ വിദ്യാഭ്യാസം സാർവത്രികമാക്കുക, നിരക്ഷരത ഇല്ലാതാക്കുക, പെൺകുട്ടികളുടെ എൻറോൾമെൻറ്റും റീടെൻഷനും വർദ്ധിപ്പിക്കുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യുക, അതിന് വേണ്ട വിദ്യാഭ്യാസ സമ്പ്രദായം സൃഷ്ടിക്കുക, പിന്നെ ആജീവനാന്ത പഠനം സുഗമമാക്കുന്നതിനും തൊഴിൽ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിനും വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുക, ഇതൊക്കെയായിരുന്നു മറ്റ് ലക്ഷ്യങ്ങളായിട്ട് നാഷണൽ പോളിസി ഫോർ വിമന് ഉണ്ടായിരുന്നത്. പിന്നെ സ്വാതന്ത്ര്യലബ്ധിക്ക്, അതായത് ആഫ്റ്റർ ഇൻഡിപെൻഡൻസും ഇന്ത്യൻ സർക്കാർ സ്ത്രീ വിദ്യാഭ്യാസത്തിനായിട്ട് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. വനിതാ വിദ്യാഭ്യാസ രംഗത്തെ മെച്ചപ്പെടലുമായി ബന്ധപ്പെട്ട് സുപ്രധാന നയരൂപീകരണങ്ങൾ നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഒരുപാട് നല്ല നല്ല ശ്രമങ്ങൾ ഉണ്ടായിട്ടും ഇപ്പോഴും അതിനൊരു വിടവ് നിലനിൽക്കുന്നു എന്നതാണ് ഒരു ഫാക്റ്റായിട്ട് പറയാനുള്ളത്. ശേഷം നമ്മൾ വീണ്ടും 5 ഇയർ പ്ലാൻസിലേക്ക് വരുന്നതാണ്. നെക്സ്റ്റ് 5 ഇയർ പ്ലാൻ 8th 5 ഇയർ പ്ലാൻ ആണ്, 1992-97. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് education of women is imperative order to improve health and nutrition levels in the country and succeed with the country's effort to control its population explosion. It speaks of women as partners in development. ഇതിൽ പറയുന്ന രാജ്യത്തെ ആരോഗ്യ പോഷകാഹാര നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും അതുപോലെ ജനസംഖ്യാ വിസ്ഫോടനം നിയന്ത്രിക്കാനുമുള്ള രാജ്യത്തിൻ്റെ ശ്രമം വിജയിക്കുന്നതിന് സ്ത്രീകളുടെ വിദ്യാഭ്യാസം അനിവാര്യമാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകളെ വികസനത്തിൻ്റെ പങ്കാളികൾ എന്നാണ് ഈ പ്ലാൻ പ്രകാരം വിശേഷിപ്പിക്കപ്പെടുന്നത്. 9th 5 ഇയർ പ്ലാൻ 1997-2002 ആയിരുന്നു. ഇതിൻ്റെ വിമൻസ് എഡ്യൂക്കേഷൻ എന്ന ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ഫോർ വിമൻസ് ഇക്വാലിറ്റി ആയിരുന്നു, സ്ത്രീ സമത്വത്തിനുള്ള വിദ്യാഭ്യാസം. ഇതിൽ പോയിൻ്റ് ഔട്ട് ദാറ്റ് ദ ആംബിവാലൻസ് അബൌട്ട് ഇക്വാലിറ്റി ആൻഡ് അബൌട്ട് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് എഡ്യൂക്കേഷൻ. ഇതിൽ സമത്വത്തെക്കുറിച്ച് അതുപോലെ അവ്യക്തമായ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചുമുള്ള അവ്യക്തത പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അടുത്തത് ട്രാൻസ്ജെൻഡർ പോളിസി 2015 ആണ് കേരളത്തിലുണ്ടായിരുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ യൂണിവേഴ്സിറ്റീസ് ഷുഡ് ഇഷ്യൂ എ ട്രാൻസ്ജെൻഡർ പോളിസി ടു അഡ്രസ് ഇഷ്യൂസ് ജെൻഡർ നോൺ കൺഫോമിംഗ് സ്റ്റുഡൻസ് ആൻഡ് ട്രാൻസ്ജെൻഡർ സ്റ്റുഡൻസ് ആസ് വെൽ as എസ്റ്റാബ്ലിഷ് ആൻ ആൻറ്റി ഡിസ്ക്രിമിനേഷൻ സെൽ ടു മോണിറ്റർ എനി ഫോം ഓഫ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഹറാസ്മെൻറ്റ്. ഈ പോളിസിയിൽ പ്രധാനമായും പറയുന്നത് വിദ്യാഭ്യാസ സേവനങ്ങളിലേക്ക് തുല്യ പ്രവേശനം, ഒരു ജെൻഡർ ഇനീക്വാലിറ്റി ഇല്ലാതെ എല്ലാവർക്കും എല്ലാ ജെൻഡറിലുള്ള വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശനം നൽകുക എന്നാണ്. ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ സർവകലാശാലകളോ ലിംഗഭേദം അല്ലെങ്കിൽ നോൺ കൺഫേമിംഗ് കാറ്റഗറി അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ സ്റ്റുഡൻസ് എന്നിവർക്ക് വേണ്ടി ഒരു ട്രാൻസ്ജെൻഡർ നയം പുറപ്പെടുവിക്കണം. കൂടെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വിവേചനം ഇവർക്ക് ഉണ്ടാവുകയാണെങ്കിൽ, ഉപദ്രവമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള വിവേചനം ഇവരിൽ നിരീക്ഷിക്കുകയാണെങ്കിൽ ഒരു വിവേചന വിരുദ്ധ സെല്ല് സ്ഥാപിക്കുകയും വേണം. രണ്ടാമത്തെ പോയിന്റ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ യൂണിവേഴ്സിറ്റീസ് മസ്റ്റ് ഇൻക്ലൂഡ് ആൻ ഓപ്ഷൻ ഫോർ ട്രാൻസ്ജെൻഡർ എലോങ് വിത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഇൻ ഓൾ ഫോംസ്. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ എല്ലാ ഫോംസിലും മെയിൽ ഫീമെയിൽ എന്ന കാറ്റഗറി കൊടുക്കുന്ന പോലെ തന്നെ ട്രാൻസ്ജെൻഡർ എന്ന ഓപ്ഷൻ കൂടി ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ലാസ്റ്റ് പോയിന്റ്, റേസ് അവെയർനെസ് ഓഫ് സ്കൂൾ സ്റ്റുഡൻസ് ടുവേർഡ്സ് ട്രാൻസ്ജെൻഡർ സ്റ്റാർട്ടിംഗ് വിത്ത് ദ അപ്പർ പ്രൈമറി ലെവൽ. UP ലെവലിൽ തന്നെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തെക്കുറിച്ചുള്ള ഒരു അവെയർനെസ് സ്റ്റുഡൻസിന് കൊടുക്കേണ്ടതുണ്ട്. ഇതാണ് ട്രാൻസ്ജെൻഡർ പോളിസിയിൽ പറയുന്ന കാര്യങ്ങൾ. ലാസ്റ്റ് പോളിസി എന്ന് പറയുന്നത് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020. ഇപ്പോൾ വന്ന എഡ്യൂക്കേഷൻ പോളിസി വിദ്യാഭ്യാസ നയത്തിലുള്ള ജെൻഡർ ഇക്വാലിറ്റി കുറിച്ച് പറയുന്നതാണ്. It is the first policy to uphold the Honorable Supreme Court's 2014 directives around transgender inclusion in education. ഒരു ട്രാൻസ്ജെൻഡർ വിദ്യാഭ്യാസത്തിൽ ട്രാൻസ്ജെൻഡേഴ്സിനെ വിദ്യാഭ്യാസത്തിൽ ഉൾപ്പെടുത്തണമെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി 2014 നിർദ്ദേശം ശരിവെച്ചു കൊണ്ടുവന്ന ആദ്യത്തെ വിദ്യാഭ്യാസ നയമാണ് 2020
new education policy. Then NEP 2019 draft said that it plans to set up a reliable national database on transgender children. ട്രാൻസ്ജെൻഡർ കുട്ടികളെക്കുറിച്ച് വിശ്വസനീയമായ ഒരു ദേശീയ ഡാറ്റാബേസ് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നതായിട്ട് NEP 2019 ഡ്രാഫ്റ്റിൽ പറയുന്നുണ്ട്. നെക്സ്റ്റ്, NEP proposed to create safe and supportive school environment which do not violate transgender children's constitutional rights. ട്രാൻസ്ജെൻഡർ കുട്ടികളുടെ ഭരണഘടനാ അവകാശങ്ങൾ ലംഘിക്കാത്ത സുരക്ഷിതവും പിന്തുണയുമുള്ള സ്കൂൾ അന്തരീക്ഷം സൃഷ്ടിക്കാൻ NEP നിർദ്ദേശിക്കുന്നുണ്ട്. The curriculum and textbooks will be reoriented to address issues related to transgender children, their concerns and their approaches that would help meet their learning needs. Teacher will be sensitized about the issues related to transgender children and their concerns and learning needs. ഇത് ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ പറയുന്നതാണ്. ട്രാൻസ്ജെൻഡർ കുട്ടികളുടെ ഭരണഘടനാ അവകാശങ്ങൾ, അതായത് അവരുടെ മൗലിക അവകാശങ്ങൾ ലംഘിക്കാത്ത സുരക്ഷിതവും പിന്തുണയുമുള്ള സ്കൂൾ അന്തരീക്ഷം സൃഷ്ടിക്കാൻ NEP നിർദ്ദേശിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ പാഠ്യപദ്ധതിയും പാഠ്യപുസ്തകങ്ങളും ട്രാൻസ്ജെൻഡർ കുട്ടികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും അവരുടെ പഠന ആവശ്യങ്ങൾ നിറവേറ്റാൻ സഹായിക്കുന്ന സമീപനങ്ങളും ഒക്കെ പുനഃക്രമീകരിക്കേണ്ടതുണ്ട്. അവരുടെ കരിക്കുലം ആയാലും അവരുടെ ടെക്സ്റ്റ് ബുക്സ് ആയാലും അതിനനുസരിച്ച് ക്രമീകരിക്കണം. അതുപോലെ ട്രാൻസ്ജെൻഡർ കുട്ടികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ചും അവരുടെ ആശങ്കകളെക്കുറിച്ചും അവർക്ക് ആ വിഭാഗത്തിലേക്ക് വരുമ്പോൾ അവർ അത് തിരിച്ചറിയുമ്പോൾ പല പ്രശ്നങ്ങളും പല ആശങ്കകളും അവർക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തിരിച്ചറിഞ്ഞ് അതിന് വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും കൊടുക്കാനുള്ള ആ ഒരു അറിവ് ഓരോ അധ്യാപകർക്കും ഉണ്ടായിരിക്കണമെന്നും ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസീസിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ദേശീയ തലത്തിൽ തയ്യാറാക്കിയ ഒരുപാട് പദ്ധതികൾ, പ്ലാൻസും പോളിസീസൊക്കെ വന്നിട്ടുണ്ട്. അതുവഴി സ്ത്രീകളുടെ വിദ്യാഭ്യാസം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൻ്റെ വിദ്യാഭ്യാസം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട്, അത് ഉയർത്തുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ജെൻഡർ ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് വിദ്യാഭ്യാസ പദ്ധതികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഇപ്പോഴും നമുക്കൊന്ന് നിരീക്ഷിച്ചാൽ കാണാൻ സാധിക്കുന്നുണ്ട്. അത് ചില പ്രത്യേക സ്ഥലങ്ങളിൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്നു. അതുപോലെ ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്നു. ഇതൊക്കെ നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോഴും സമൂഹത്തിൽ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും വിദ്യാഭ്യാസം തമ്മിലുള്ള അന്തരം നോക്കി അത് വളരെ വിശാലമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൻ്റേതായാലും ഇത് ഓരോ വിഭാഗങ്ങളുടെയും സാക്ഷരതാ നിരക്ക് നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ നമ്മളിന്ന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായ പോളിസീസിനെ കുറിച്ചിട്ടൊക്കെയാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. ട്രാൻസ്ജെൻഡർ പോളിസി, അങ്ങനെ 5 ഇയർ നാഷണൽ പോളിസിയൊക്കെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.